അതിൽ ജില്ലകൾ തോറും ഒന്നാം റാങ്കുകാർ പോലും കാത്തിരിക്കുന്ന, അവർ പോലും സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. താൽക്കാലികമായ ഒരു ആശ്വാസമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു ഉറപ്പ് അത് പാലിക്കപ്പെടുന്നത് വരെ അവർ അവിടെ തുടരുമെന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഈ സമീപകാലത്ത് PSC റാങ്ക് ലിസ്റ്റും ഒഴിവുകളുടെ എണ്ണവും തമ്മിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. ഒഴിവുകൾക്കനുസരിച്ച് PSC പരീക്ഷ നടത്തി ഉദ്യോഗാർത്ഥികളെ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്നാൽ പലപ്പോഴും ഒന്നാം റാങ്കുകാർക്ക് പോലും ജോലി കിട്ടാത്ത വിധം റാങ്ക് ലിസ്റ്റും ഒഴിവുകളും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. അതുകൊണ്ടാണ് PSC ഉദ്യോഗാർത്ഥികൾ സമരവുമായി നിരന്തരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരുന്നത് പോലും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതോടെ അതിൽ വലിയ പ്രതീക്ഷയർപ്പിച്ച് മറ്റൊന്നും ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളും വലിയ ബുദ്ധിമുട്ടിലാവുന്നു. സർക്കാർ വകുപ്പുകളും PSCയും തമ്മിലുള്ള ഒളിച്ചുകളിയാണോ ഇതിനു പിന്നിൽ? അതൊരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യബോധമുള്ള റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാവാത്തത്? അതും മറ്റൊരു ചോദ്യമാണ്. TV പ്രസാദ് ചേരുന്നു വിശകലനങ്ങളുമായി. പ്രസാദ്, എല്ലാവരുടെയും പ്രതീക്ഷയാണല്ലോ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത്. അതിന് എത്രത്തോളം കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. നാളുകളെടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് മുന്നിൽ അവർ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പിന്നെയും കാലങ്ങൾ. എന്നിട്ടും നിയമനം നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി സമരം ചെയ്യാനായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ ഇത് ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലല്ലോ ഈ സംവിധാനത്തിന് കീഴിൽ. എവിടെയാണ് പാളിച്ച് സംഭവിക്കുന്നത്? ഇവിടെ നിയമനം നൽകാൻ എത്ര പേർക്ക് കഴിയുമെന്ന് കൃത്യമായി മനസ്സിലാക്കി എന്നാൽ അതിനനുസരിച്ച് പരീക്ഷ നടത്തിയാൽ പോരെ? എന്തിനാണ് ഇത്രയധികം യുവാക്കളെ അല്ലെങ്കിൽ ഇങ്ങനെ നിരാശയിലേക്ക് കടത്തിവിടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. എന്നാണ് ഇതൊക്കെ ഒന്ന് അവസാനിക്കുക? ഈ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഈ സാങ്കേതിക തടസ്സങ്ങൾ, ഇതിനെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്ത ആളുകളാണോ ഈ സിസ്റ്റത്തിനകത്ത് ഇരിക്കുന്നത്? റോഷ്നി പറഞ്ഞതുപോലെ ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള പ്രശ്നമായി സമീപകാല കേരളത്തിൽ മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രധാനമായും 2-3 രീതിയിലാണ് PSC ഇതിനെ വിലയിരുത്തുന്നത്. ഒന്ന്, സാധാരണഗതിയിൽ ഈ പരീക്ഷയ്ക്ക് മുമ്പ് എത്ര പേരുടെ പരീക്ഷ നടത്തുന്നു, അതിൽ എത്ര പേരുടെ പട്ടിക തയ്യാറാക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കണക്ക് PSC തയ്യാറാക്കുന്നത്. എത്രത്തോളം ഒഴിവുകൾ ഉണ്ടാകും എന്നുള്ള കണക്കെടുക്കുന്നത് കഴിഞ്ഞ വർഷം ആ ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് നിയമനം കിട്ടി എന്നൊരു കണക്കെടുക്കും. അതിനുശേഷം ഇനി വരാൻ സാധ്യതയുള്ള 3 വർഷത്തേക്കുള്ള ലിസ്റ്റാണെങ്കിൽ 3 വർഷത്തിനിടെ വരാൻ സാധ്യതയുള്ള ഒഴിവുകളുടെ എണ്ണമെടുക്കും. അതിൽ വിരമിക്കുന്നവരുടെ എണ്ണം ഉൾപ്പെടെ വരും. അതുപോലെ തന്നെ കിട്ടിയാലും ജോലി കിട്ടിയാൽ അത് ഒഴിവാക്കി പോയി മറ്റൊരു ജോലിയിലേക്ക് പോകാനുള്ള ആളുകളുടെ എണ്ണത്തിന്റെ 1%. ഇതെല്ലാം കണക്ക് കൂട്ടി അതിന്റെ 3 മടങ്ങാണ് സാധാരണഗതിയിൽ ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. ഇതിലെ പ്രശ്നം അതല്ല. ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനുശേഷം ഒഴിവുകളുടെ എണ്ണം വളരെ കുറച്ചു മാത്രം PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 3-4 വർഷങ്ങളായി സംസ്ഥാനത്ത് കാണുന്നത്. ഇത് ഈ വർഷം മാത്രം നടത്തിയ സമരമല്ല. മുമ്പ് LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് പോലീസ് കോൺസ്റ്റബിളുകാരും വനിതാ പോലീസ് കോൺസ്റ്റബിളുകാരും ഉൾപ്പെടെയുള്ള നിരവധി റാങ്ക് ഹോൾഡേഴ്സ്മാർ ദിവസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റും നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണവും തമ്മിലുള്ള അന്തരമാണ്. നേരത്തെ ഗോപാൽ പറഞ്ഞത് കേട്ടല്ലോ റോഷ്നി. അതായത് ഒരു ജില്ലയിലെ 1ാം റാങ്കുകാരന് പോലും ജോലി കിട്ടാത്ത നിലയിലേക്ക് ആ റാങ്ക് ലിസ്റ്റ് മാറുന്നു എന്നുള്ളതാണ്. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയതോടുകൂടി അത് ജീവിതത്തിലെ വലിയ പ്രതീക്ഷയായി പല ഉദ്യോഗാർത്ഥികളും കാണുകയും ചെയ്യുന്നു. റാങ്ക് ലിസ്റ്റിൽ വരുന്നതോടുകൂടി ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും നിയമനം കിട്ടുക എന്ന രീതിയിൽ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഭാഗമാകുന്നു. അവർ പണം പിരിക്കുന്നു, അവർ കേസിന് പോകുന്നു, അവർ സമരം ചെയ്യുന്നു. ചുരുക്കത്തിൽ റോഷ്നി, അത് വലിയ പ്രതീക്ഷയായി അവരുടെ മനസ്സിൽ നിൽക്കുകയാണ്. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം ഇപ്പുറം നിൽക്കുന്നത് ഒന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഒഴിവുകളെല്ലാം നികത്താൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നടത്തിയ LP സ്കൂൾ കുട്ടികളുടെ ടീച്ചർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കാനാണ് പറയുന്നത്. അങ്ങനെ കുറച്ചാൽ മാത്രമേ ഒഴിവുകൾ ഉണ്ടാകൂ. അതിന്റെ ഒരു പ്രശ്നമുള്ളത് റോഷ്നി, ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുത്തനെ ഇടിയുകയാണ്. അങ്ങനെ ഇടിയുമ്പോൾ സ്വാഭാവികമായി ഡിവിഷൻ ഫാൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള അധ്യാപകരെ മാറ്റി നിയമിക്കേണ്ടതായി വരും. അപ്പോഴും ഒഴിവുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ. ഓരോ വർഷം കഴിയുന്തോറും സംസ്ഥാനത്തിന് ആവശ്യമുള്ള PSCക്ക് ആവശ്യമുള്ള അധ്യാപകരുടെ എണ്ണം കുറഞ്ഞു വരുന്നതോടുകൂടി ഇതിന്റെ പ്രതിസന്ധി കൂടുന്നു, സമരം കൂടുന്നു. ഇനിയുള്ള കാലത്തും
സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലെയുള്ള സമരങ്ങൾ ധാരാളം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് റോഷ്നി. യെസ്, ടി വി പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.